ഇന്റർനെറ്റിനെയും സോഷ്യൽ മീഡിയയെയും വിശ്വാസ പ്രചാരണത്തിന് ഉപയോഗിച്ച കാർലോ അക്വിറ്റസിനെ ലയോ 14 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 15-ാം വയസ്സിൽ രക്താർബുദം ബാധിച്ച് മരിച്ച കാർലോ ഈ പദവിയിലെത്തുന്ന ആദ്യ മില്ലേനിയൻ തലമുറയാണ്. ജെൻ വൈ എന്നറിയപ്പെടുന്ന തലമുറയിലെ ആദ്യ വിശുദ്ധനാണ് കാർലോ അക്വിറ്റസ്. ഇറ്റലിക്കാരനായ ജോർജിയോ ഫ്രാസറ്റിയെയും വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വിശ്വാസ പ്രചാരണത്തിനുള്ള ശക്തമായ മാർഗങ്ങളാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് കാർലോ അക്വിറ്റസ്. 2006-ൽ 15-ാം വയസ്സിൽ രക്താർബുദം ബാധിച്ചാണ് കാർലോ മരിച്ചത്. ലണ്ടനിൽ ജനിച്ച് ഇറ്റലിയിലെ മിലാനിൽ വളർന്ന കാർലോ 11-ാം വയസ്സിലാണ് അസീസിലെ തൻ്റെ സ്വന്തം ഇടവകയ്ക്ക് വെബ്സൈറ്റ് ആരംഭിച്ച് വിശ്വാസ പ്രചാരണത്തിന് തുടക്കമിട്ടത്. വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നതിന് ക്രൈസ്തവ സഭ അംഗീകരിച്ച അത്ഭുതങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തി പിന്നീട് വെബ്സൈറ്റ് നിർമ്മിച്ചതോടെ കാർലോ പ്രശസ്തിയിലേക്ക് ഉയർന്നു. ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസർ എന്നാണ് കാർലോ വിശേഷിക്കപ്പെടുന്നത്. പാൻക്രിയാസ് രോഗം ബാധിച്ച ബ്രസീലിയൻ കുട്ടിയുടെ രോഗം കാർലോയുടെ മധ്യസ്ഥതയിൽ സുഖപ്പെട്ടുവെന്നാണ് വിശ്വാസം. 2020-ലാണ് കാർലോ അക്വിറ്റസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്.